സ്വാമി ശരണം. ഗുരുവായൂർ ഏകാദശി വരികയാണ്. ഏകാദശികളിൽ പ്രധാനമാണ് വൃശ്ചിക മാസത്തിലെ ഗുരുവായൂർ ഏകാദശി. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ തിഥികൾ വരുന്ന 3 ദിവസങ്ങളിലായി നീണ്ടു കിടക്കുന്നതാണ് ഏകാദശി വ്രതം. വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിനത്തിലാണ് ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠ നടത്തിയത്. അതിനാൽ ഗുരുവായൂർ ഏകാദശി ഗുരുവായൂർ പ്രതിഷ്ഠാ ദിനമായും കണക്കാക്കപ്പെടുന്നു. കൂടാതെ ഭഗവാൻ ഗീതോപദേശം നൽകിയ ദിനം കൂടിയാണ് ഇത്. വൃശ്ചികത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ഡിസംബർ 11 ഇത്തവണത്തെ ഏകാദശി. ഭഗവാൻ മഹാവിഷ്ണു ദേവീ ദേവന്മാരോടൊപ്പം ഗുരുവായൂർക്ക് എഴുന്നള്ളുന്ന ദിനമാണ് ഇത് എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ അന്നേ ദിവസം ക്ഷേത്രത്തിൽ എത്താൻ കഴിയുന്നത് പോലും വളരെ സുഖകരമായ ഒരു കാര്യമാണ്. ഏകാദശി വ്രതത്തിന്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാത്തത്രയുണ്ട്. വിഷ്ണു പ്രീതിയും അതിലൂടെ സർവ്വ ഐശ്വര്യവും മോക്ഷം ലഭിക്കാനും ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഏകാദശി വ്രതം എടുക്കുക എന്നത്. വളരെ ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതം അനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ. ജാതകവശാൽ വ്യാഴം അനുകൂലമല്ലാത്തവർക്ക് ദോഷകാഠിന്യം കുറയ്ക്കുവാൻ ഈ വ്രതാനുഷ്ഠാനം വളരെ ഉത്തമമാണ്. വ്രതാനുഷ്ഠാനം നമുക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. ഏകാദശിയുടെ തലേന്ന് അഥവാ ദശമി ദിവസം ഒരിക്കൽ ഊണാണ് വേണ്ടത്. ഏകാദശി ദിനം പൂർണ്ണമായി ഉപവസിക്കുകയോ അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങളോ അല്ലെങ്കിൽ അരിയാഹാരം ഒഴികെയുള്ള ധാന്യ ആഹാരങ്ങളോ കഴിക്കാവുന്നതാണ്. എണ്ണ തേച്ച് അന്നേ ദിവസം കുളിക്കരുത്. പകലുറക്കവും അന്ന് പാടില്ല. പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തവും ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചനയൊക്കെ നടത്തുകയും ചെയ്യുന്നത് നല്ലതാണ്. ദശമി, ഏകാദശി, ദ്വാദശി ദിനങ്ങളിൽ വിഷ്ണു ഗായത്രി ജപിക്കുന്നതും സത്ഫലം നൽകും. അന്നേ ദിവസം മുഴുവൻ അന്യ ചിന്തകൾക്കൊന്നും തന്നെ ഇടം നൽകാതെ വളരെ തെളിഞ്ഞ മനസ്സോടുകൂടി ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ നാം ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് വളരെ ഉത്തമമാണ്. കഴുകി വൃത്തിയാക്കിയ വെളുത്ത വസ്ത്രം അന്നേ ദിവസം ധരിക്കുക. തുളസി നനയ്ക്കുകയും തുളസിത്തറയ്ക്ക് 3 പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുക. ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുക. ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം ഹരിവാസര സമയത്തിന് ശേഷം മലരും തുളസി ഇലയും ഇട്ട തീർത്ഥം സേവിച്ച് പാരണ വീടുക. കുളിച്ച് ശരീരശുദ്ധി വരുത്തി തുളസിത്തറയ്ക്ക് ചുറ്റും 3 പ്രദക്ഷിണം വച്ച ശേഷം നനയ്ക്കുന്നതും സന്ധ്യയ്ക്ക് തുളസി ചുവട്ടിൽ ദീപം തെളിയിക്കുന്നതും വളരെ ഉത്തമമാണ്. അപ്പോൾ ഇനി ഏകാദശിയിലേക്ക് ഇനി 2 നാൾ മാത്രമാണുള്ളത്. ഈ വരുന്ന 11 ഏകാദശി. ഗുരുവായൂർ ഏകാദശി എടുക്കുവാനായി ഇരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുകയാണ്. എന്തായാലും ഇത് മറ്റുള്ളവരിലേക്കും ഈ ഒരു അറിവും ഈ ഒരു വീഡിയോയും നിങ്ങൾ ഷെയർ ചെയ്യൂ.